ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി ഒ സദാശിവനും ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ എസ് ജയശ്രീയും സ്ഥാനമേറ്റു. ഫറോക്ക് നഗരസഭ അധ്യക്ഷയായി സി ചന്ദ്രികയെയും ഉപാധ്യക്ഷനായി പി കെ ഷബീർ അലിയെയും തെരഞ്ഞെടുത്തു. രാമനാട്ടുകര നഗരസഭയിൽ എം കെ മുഹമ്മദ് അലി കല്ലട അധ്യക്ഷനും വി മിതുഷ ഉപാധ്യക്ഷയും. വിവിധ പരിപാടികളുമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിന്റെ 5ാം പതിപ്പിന് വർണ്ണാഭമായ തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി ഒ സദാശിവൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഡോക്ടർ എസ് ജയശ്രീയാണ് ഡെപ്യൂട്ടി മേയർ. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട പൊതമംഗലത്ത് സദാശിവൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടെയും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തടമ്പാട്ട് താഴം ഡിവിഷനിൽ നിന്നുമുള്ള കൗൺസിലറായ ഒ സദാശിവന് മേയർ സ്ഥാനത്തേക്ക് 33 വോട്ടുകളാണ് ലഭിച്ചത്. ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ എസ് ജയശ്രീ തിരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടൂളി ഡിവിഷനിൽ നിന്നുള്ള കൗൺസിലറായ ഡോക്ടർ എസ് ജയശ്രീക്ക് 35 വോട്ടുകളാണ് ലഭിച്ചത്. ഉദ്യോഗം ഏറെ നിറഞ്ഞതെങ്കിലും ക്ലൈമാക്സ് പ്രതീക്ഷിച്ചതുപോലെ ശുഭമായി അവസാനിച്ചതോടെ കോർപ്പറേഷനിൽ ഇടതുമുന്നണിക്ക് ആശ്വാസമായി. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത കൗൺസിലിൽ 2 ഘട്ട വോട്ടെടുപ്പിലൂടെയാണ് അധ്യക്ഷനെയും ഉപാധ്യക്ഷയെയും തെരഞ്ഞെടുത്തത്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച നടപടികൾ വൈകിട്ട് 5-നാണ് സമാപിച്ചത്. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, കോർപ്പറേഷൻ സെക്രട്ടറി കെ യു ബിനി എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. CPM ജില്ലാ സെക്രട്ടറി എം മെഹബൂബ്, സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ, LDF കൺവീനർ മുക്കം മുഹമ്മദ്, മുൻ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിൽ, LDF നേതാക്കളായ PK നാസർ, MP സൂര്യനാരായണൻ, P കിഷൻചന്ദ് എന്നിവർ വിജയികളെ അനുമോദിക്കാനെത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്ക് നഗരസഭാ ഭരണം UDF-ന്. നഗരസഭാധ്യക്ഷയായി പുല്ലിക്കടവ് 19-ാം വാർഡ് അംഗം മുസ്ലിം ലീഗിലെ സി ചന്ദ്രികയെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ PK ഷബീർ അലിയാണ് ഉപാധ്യക്ഷൻ. മുപ്പത്തിയൊൻപത് അംഗ ഫറോക്ക് നഗരസഭയിൽ സി ചന്ദ്രികയ്ക്ക് 23 വോട്ടുകൾ ലഭിച്ചു. LDF-ൽ നല്ലൂർ 28-ാം വാർഡ് അംഗം ദിൻഷി ദാസാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഇവർക്ക് 15 വോട്ടുകൾ ലഭിച്ചു. ഏക BJP അംഗം പൂത്തോളം 33-ാം വാർഡിലെ പ്രബിഷ പയ്യേരി വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് LDF-ലെ കെ മുഹമ്മദ് ജുറൈജാണ് മത്സരിച്ചത്. 15 വോട്ടുകൾ ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. രാമനാട്ടുകര നഗരസഭ UDF ഭരിക്കും. പുതിയ നഗരസഭാധ്യക്ഷനായി പരുത്തിപ്പാറ 1-ാം വാർഡ് അംഗം മുസ്ലിം ലീഗിലെ MK മുഹമ്മദ് അലി കല്ലടയും ഉപാധ്യക്ഷയായി തിരുച്ചിലങ്ങാടി 22-ാം വാർഡ് കൗൺസിലർ കോൺഗ്രസിലെ വി മിതുഷയും തെരഞ്ഞെടുക്കപ്പെട്ടു. നിയമാനുസൃതം നടപ്പാക്കിയ
ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും മായാശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും 32 അംഗങ്ങളുള്ള രാമനാട്ടുകര നഗരസഭയിൽ സ്വതന്ത്രൻ്റേതുൾപ്പെടെ 23 വോട്ട് നേടിയാണ് MK മുഹമ്മദ് അലി അധ്യക്ഷനായത്. കൊറ്റമംഗലം 24-ാം വാർഡ് അംഗം കെ സുധീഷ് കുമാറാണ് LDFിൽ നിന്നും അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. സുധീഷ് കുമാറിനും ഉപാധ്യക്ഷയായി മത്സരിച്ച കെ പുഷ്പയ്ക്കും 9 വോട്ട് വീതം ലഭിച്ചു. അധ്യക്ഷ സ്ഥാനം ലീഗിനും ഉപാധ്യക്ഷ സ്ഥാനം കോൺഗ്രസിനുമാണ്. അധ്യക്ഷ സ്ഥാനം 2 വർഷത്തിനു ശേഷം ലീഗിലെ 2-ാം വാർഡ് അംഗം KK മുഹമ്മദ് കോയയ്ക്കും അവസാന 1 വർഷം കോൺഗ്രസിനും നൽകാനാണ് UDF ധാരണ. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, flavors and party time. Friends and party time, flavors and party time. A party, party. A party, party. Ice cream party time. Just prove it, taste it, you love it. Milma ice cream. Friends and other flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ 5ാം പതിപ്പിൽ ബേപ്പൂരിന്റെ സാഹസിക ജലവിനോദത്തിന് കരുത്തു പകർന്ന് നാടൻ വള്ളംകളി. ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ 1ാം ദിനം നാടൻ വള്ളംകളി, ഫ്ലൈബോർഡ് ഡെമോ, സർഫിംഗ് എന്നീ സാഹസിക ജലവിനോദങ്ങൾ കാണികളെ ആവേശത്തിലാഴ്ത്തി. പാരമ്പര്യവും ആധുനികതയും കൈകോർത്ത നാടൻ വള്ളംകളി മത്സരത്തിൽ കളേഴ്സ് കിഴുപറമ്പ് ചാമ്പ്യന്മാരായി. റോവേഴ്സ് കിഴുപറമ്പ്, ടൗൺ ടീം മൈത്ര എന്നിവർ 2ഉം 3ഉം സ്ഥാനം നേടി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 9 ടീമുകളാണ് മത്സരിച്ചത്. ഡ്രീം ചാലിയാറിന്റെ നേതൃത്വത്തിലാണ് വള്ളംകളി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ അഡ്വഞ്ചർ സ്പോർട്സ് CEO ബിനു കുര്യാക്കോസ്, കൺട്രി ബോട്ട് കൺവീനർ നിസാർ കീഴുപറമ്പ്, ചെയർമാൻ ഗുലാം ഹുസൈൻ കൊളക്കാടൻ, ട്രഷറർ B വിജയൻ, സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ കാണാനെത്തിയവർക്ക് വിസ്മയ കാഴ്ചയായി പാരാമോട്ടറിംഗ്. ഫെസ്റ്റിൽ എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ പാരാമോട്ടറിംഗ് ആസ്വദിക്കാം. ഗോതീശ്വരം ബീച്ചിൽ നിന്നും പറന്നുയർന്ന ഗ്ലൈഡറുകൾ ബേപ്പൂർ മറീന ബീച്ചിന്റെ ആകാശത്ത് ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചു. ഫെസ്റ്റിൽ എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെയാണ് പാരാമോട്ടറിംഗ് ഷോ ഉണ്ടാകുക. പാരാഗ്ലൈഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോഴിക്കോട് സ്വദേശിയായ സലീം ഹസൻ, കണ്ണൂർ സ്വദേശിയായ സേവിയർ തോമസ് എന്നീ പാരാമോട്ടർ ഗ്ലൈഡർമാരാണ് ആകാശത്ത് സുന്ദര കാഴ്ചകൾ തീർത്തത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂർ മറീന ബീച്ചിന് മുകളിൽ വർണ്ണപ്പട്ടങ്ങൾ ഉയർന്നുപാറി.
പല നിറങ്ങളിലും രൂപങ്ങളിലും വാനിൽ പറന്ന പട്ടങ്ങൾ ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ ആദ്യ ദിവസം കാണികളുടെ മനം കവർന്നു. ഇന്തോനേഷ്യ, വിയറ്റ്നാം, ഒമാൻ, തുർക്കി, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിൽ നിന്നും പഞ്ചാബ്, ഡൽഹി, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരളം, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് പട്ടം പറത്തൽ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ ഇത്തവണ എത്തിയത്. കുതിര, പുലി തുടങ്ങിയ മൃഗങ്ങളുടെ ഭീമൻ രൂപത്തിലുള്ള പട്ടങ്ങൾ, വിവിധ രാജ്യങ്ങളുടെ പതാക, വാട്ടർ ഫെസ്റ്റ് ലോഗോ എന്നിങ്ങനെ വൈവിധ്യമാർന്ന പട്ടങ്ങളാണ് പറത്തിയത്. കൈറ്റ് സ്റ്റണ്ട്, സ്പോർട്സ് കൈറ്റ്, 3D കൈറ്റ്, കൈറ്റ് ഷോ എന്നീ വിഭാഗങ്ങളിലെ മത്സരങ്ങളും വെള്ളിയാഴ്ച ആരംഭിച്ചു. ഫെസ്റ്റിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ 6 മണി വരെ കൈറ്റ് ഷോ സംഘടിപ്പിക്കും. കൈറ്റ് ഫെസ്റ്റ് വിജയികളെ ഫെസ്റ്റിന്റെ അവസാന ദിവസം പ്രഖ്യാപിക്കും. അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. സ്വാഭാവികമായും ഈ പ്രോഗ്രാം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകർഷകമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോഴിക്കോടിന് ഒരു പുതുമ സമ്മാനിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഈ കൈറ്റ് ഇന്ത്യയുടെ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാം അനുഭവത്തോടെ നിർവഹിച്ച് അറിയിച്ചുകൊള്ളുന്നു. അവസാനിക്കുന്നു. ചടങ്ങിൽ കൈറ്റ് ഫെസ്റ്റ് കോർഡിനേറ്റർ വാസുദേവൻ, ക്യാപ്റ്റൻ അബ്ദുള്ള മാളിയേക്കൽ, കൈറ്റ് ഫ്ലയർ കോർഡിനേറ്റർ അബ്ദുൾ ഷുക്കൂർ, വൺ ഇന്ത്യൻ കൈറ്റ് ടീം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 5ാം ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി ബേപ്പൂർ തുറമുഖത്തെത്തിയ നേവിയുടെ കപ്പൽ INS കൽപ്പേനിക്ക് വൻ വരവേൽപ്പ്. കപ്പൽ പ്രദർശനം കാണാൻ 100 കണക്കിന് ആളുകളാണ് തുറമുഖത്തെത്തിയത്. ക്രിസ്മസ് അവധിക്കാലമായതിനാൽ കുട്ടികളോടൊപ്പം കുടുംബസമേതമാണ് കൂടുതൽ പേരും കപ്പൽ കാണാൻ എത്തിയത്. കപ്പലിന്റെ മുൻവശത്തെ ഡെക്ക്, പിൻവശമായ ക്വാർട്ടർ ഡെക്ക്, കപ്പലിനകത്തെ സുരക്ഷാ സംവിധാനങ്ങൾ, ആയുധങ്ങൾ എന്നിവ കാണാൻ അവസരമുണ്ട്. ലക്ഷദ്വീപിലെ കൽപ്പേനി ദ്വീപിന്റെ പേരിലുള്ള INS കൽപ്പേനി 2010 ശേഷം കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലാണ്. തീരസംരക്ഷണം, കടൽ നിരീക്ഷണം, വേഗത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾ എന്നിവയായിരുന്നു കൽപ്പേനിയുടെ പ്രധാന ചുമതലകൾ. ഇന്ത്യൻ നേവിയുടെ ഉൽപ്പന്നങ്ങളായ കോട്ട്, തൊപ്പി, കീചെയിൻ തുടങ്ങിയവ ഉൾപ്പെടുന്ന പ്രദർശനവും വിൽപ്പനയും ഇതിനോടൊപ്പമുണ്ട്. ഒപ്പം തന്നെ തുറമുഖത്ത് കോസ്റ്റ് ഗാർഡിന്റെയും പോലീസ് ആർമർ വിങ്ങിന്റെയും സ്പെഷ്യൽ പോലീസിംഗിന്റെയും സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ഈ സ്റ്റാളുകളിലും ആദ്യ ദിവസം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. സുരക്ഷാ ഉപകരണങ്ങളും നാവിഗേഷൻ ഉപകരണങ്ങളുമാണ് ഇവിടെ പ്രധാനമായും പ്രദർശിപ്പിക്കുന്നത്. കപ്പലിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ബേപ്പൂരിന്റെ സായാഹ്നങ്ങളെ മനോഹരമാക്കി അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി അരങ്ങേറിയ കലാപരിപാടികൾ. പ്രധാന വേദിയായ മറീന ബീച്ചിൽ കുടുംബശ്രീ കൾച്ചറൽ ഫെസ്റ്റിവലാണ് അരങ്ങേറിയത്. ബേപ്പൂർ മണ്ഡലത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വിവിധ CDS ഗ്രൂപ്പ് അംഗങ്ങൾ അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസ്, സംഘഗാനം, ഒപ്പന, തിരുവാതിരക്കളി, നാടൻപാട്ട്, സിനിമാറ്റിക് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളാണ് നിറഞ്ഞ സദസ്സിന് വേറിട്ട അനുഭവമായത്. മെഗാ ഇവന്റുകൾക്ക് പകരം പ്രാദേശിക കലാകാരന്മാരുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും പരിപാടികളാണ് ഇത്തവണ അരങ്ങേറിയത്. ബേപ്പൂർ, ചാലിയം, നല്ലൂർ, രാമനാട്ടുകര, ഫറോക്ക് വി പാർക്ക്, നല്ലളം വി പാർക്ക്, നല്ലളം അബ്ദുറഹിമാൻ പാർക്ക് എന്നിവിടങ്ങളാണ് പരിപാടികൾക്കും മത്സരങ്ങൾക്കും വേദിയായത്. വേദി 2 ഓഷ്യാനസ് ചാലിയത്ത് സ്റ്റുഡൻസ് ടാലന്റ് ഷോയും, വേദി 3 നല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ ഉത്തരവാദിത്ത ടൂറിസം സ്റ്റാൾ എക്സിബിഷനും, ഓൾഡ് ഈസ് ഗോൾഡ് സീനിയർ സിറ്റിസൺസ് കൾച്ചറൽ പ്രോഗ്രാമുകളും, വേദി 4 മുല്ലവീട്ടിൽ അബ്ദുറഹിമാൻ പാർക്കിൽ
മ്യൂസിക്കൽ നൈറ്റും, വേദി 5 രാമനാട്ടുകര ഗവൺമെന്റ് AP സ്കൂളിൽ തിയേറ്റർ ഫെസ്റ്റും, വേദി 6 ചെറുവണ്ണൂർ വി പാർക്കിൽ ചിൽഡ്രൻസ് മാജിക് ഷോയും, വേദി 7 നല്ലളം വി പാർക്കിൽ ഹരിതതാളം കൾച്ചറൽ പ്രോഗ്രാമും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ. ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളിലെ സാമൂഹ്യ സേവന മനോഭാവം അഭിനന്ദനാർഹമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. NSS ക്യാമ്പുകളുടെ സൗത്ത് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹയർ സെക്കൻഡറി NSS സപ്തദിന സഹവാസ ക്യാമ്പിന് ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ 177 യൂണിറ്റുകളിൽ നിന്നായി 8850 NSS വളണ്ടിയർമാരും 177 പ്രോഗ്രാം ഓഫീസർമാരും സപ്തദിന സഹവാസ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി എന്ന പ്രമേയത്തെ ആസ്പദമാക്കി ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൻ ജീവവാഹിനിയായി എന്ന നാമകരണത്തിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അംഗൻവാടികളെ ദത്തെടുത്തുകൊണ്ട് നവീകരണം നടത്തുന്ന സ്നേഹാങ്കണം പദ്ധതി, തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന മണ്ണും മനുഷ്യനും പദ്ധതി, ഗ്രാമപദം, പ്രാദേശിക ചരിത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വേരുകൾ തേടി, ഹരിത സാക്ഷ്യം, ഡിജിറ്റൽ കൂട്ടുകാർ, കരുതൽ കവചം, വിത്തും കൈക്കോട്ടും, ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ, എയ്ഡ്സ് ബോധവൽക്കരണം, കൈമുതൽ, ഗ്രാമസ്വരാജ്, സന്നദ്ധം തുടങ്ങിയ പ്രൊജക്ടുകളാണ് ക്യാമ്പിൽ നടപ്പിലാക്കുന്നത്. കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിന്റെ സൗത്ത് ജില്ലാതല ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പൗർണമി അംഗൻവാടിക്ക് സ്നേഹാങ്കണം പദ്ധതിയുടെ ഭാഗമായി ഫർണിച്ചറുകൾ ചടങ്ങിൽ മന്ത്രി വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് മനോജ് TP അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് ഗേൾസ് PTA പ്രസിഡന്റ് സാജിദ് അലി CK മുഖ്യപ്രഭാഷണം നടത്തി. NSS ജില്ലാ കൺവീനർ MK ഫൈസൽ NSS സന്ദേശം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ ഫാത്തിമ ഷഫ്ന ക്യാമ്പ് പ്രൊജക്ടുകൾ അവതരിപ്പിച്ചു. കാലിക്കറ്റ് ഗേൾസ് സ്കൂൾ പ്രിൻസിപ്പൽ ഡൈന K ജോസഫ് സ്വാഗതവും വളണ്ടിയർ സെക്രട്ടറി സജ യൂനസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഭിന്നശേഷി കലാകാരന്മാരുടെ ചിത്ര പ്രദർശനം റിഫ്ലക്ഷൻസ് ഡിസംബർ 29 മുതൽ 31 വരെ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കലയുടെ ഭാഷയിലൂടെ തങ്ങളുടെ ജീവിത അനുഭവങ്ങളും സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും സമൂഹത്തോട് സംവദിക്കുകയാണ് ഈ സംഘത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഭിന്നശേഷി കലാകാരന്മാർക്ക് പ്രോത്സാഹനവും ആത്മവിശ്വാസവും സമൂഹത്തിൽ കല ഉൾക്കൊള്ളലിന്റെ തുല്യ പങ്കാളിത്തത്തിന്റെയും ഭിന്ന സന്ദേശം ശക്തമായി എത്തിക്കുകയാണ് റിഫ്ലക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഡിസംബർ 29 11 മണിക്കാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത്. കാരുണ്യതീരം ക്യാമ്പസിലെ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററും പ്രതീക്ഷാ ഭവൻ റീഹാബിലിറ്റേഷൻ സെന്ററും സംയുക്തമായി ഒരുക്കുന്ന പ്രദർശനത്തിൽ 8 ഭിന്നശേഷി കലാകാരന്മാർ സൃഷ്ടിച്ച 80 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. രാമു, രാജ്കുമാർ, ഫാർലു, ഹസീന, മഞ്ജുഷ, നഫ്ല, ഫാത്തിമ, ജിൻസിയ, അമീർ അലി എന്നിവരാണ് ചിത്രങ്ങൾ ഒരുക്കിയ കലാകാരന്മാർ. ഡിസംബർ 29 മുതൽ 31 വരെ എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ പ്രദർശനമുണ്ടാകും. കോഴിക്കോട് ലളിതകല ആർട്ട് ഗാലറിയിൽ ഡിസംബർ 29, 30, 31 തീയതികളിലാണ് റിഫ്ലക്ഷൻസ് എന്ന പേരിൽ ഭിന്നശേഷി കലാകാരന്മാരുടെ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 29 അഹമ്മദ് ദേവർകോവിൽ MLA പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ സനാഫ് പാലക്കണ്ടി, ട്രഷറർ CT സക്കീർ ഹുസൈൻ, ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് K അബ്ദുൾ മജീദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി O സദാശിവനും ഡെപ്യൂട്ടി മേയറായി ഡോക്ടർ S ജയശ്രീയും സ്ഥാനമേറ്റു. ഫറൂഖ് നഗരസഭ അധ്യക്ഷയായി C ചന്ദ്രികയെയും ഉപാധ്യക്ഷനായി PK ഷബീർ അലിയെയും തെരഞ്ഞെടുത്തു. രാമനാട്ടുകര നഗരസഭയിൽ MK മുഹമ്മദ് അലി കല്ലട അധ്യക്ഷനും V മിതുഷ ഉപാധ്യക്ഷയും. വിവിധ പരിപാടികളുമായി ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിവലിന്റെ 5ാം പതിപ്പിന് വർണ്ണാഭമായ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.